മസ്തിഷ്ക ജ്വരം തിരുവനന്തപുരത്തും എത്തിയതോടെ കേരളം ആശങ്കയിലാണ്. ലോകത്ത് തന്നെ അപൂർവമായി മാത്രം കാണുന്ന മസ്തിഷ്ക ജ്വരമാണ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത്. ഇതാണ് ആശങ്കയും പേടിയും കൂട്ടുന്നത്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ എന്നിവിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത അമീബിക് മസ്തിഷ്ക ജ്വരം, അതായത് പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്, ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് ഒരു യുവാവിൻ്റെ ജീവനെടുത്തു. 2 മാസത്തിനിടെ കോഴിക്കോട്ടെ ആശുപത്രികളിൽ 3 കുട്ടികളാണ് ഈ രോഗം ബാധിച്ച് മരിച്ചത്. വ്യത്യസ്ത സ്ഥലങ്ങളിലെ പൊതുകുളങ്ങളിൽ കുളിച്ചതിനെ തുടർന്നാണ് 3 കുട്ടികൾക്കും രോഗമുണ്ടായത്. ഇതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. രോഗബാധിതരായ 2 കുട്ടികൾക്ക് രോഗശാന്തി ലഭിച്ചുവെന്നത് ഇതിനിടയിൽ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. പ്രാഥമിക പരിശോധനയിൽ തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടെത്തി ചികിത്സ നൽകാൻ കഴിഞ്ഞതാണ് രക്ഷയായത്. കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരത്ത് ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പേരൂർക്കട സ്വദേശിക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ഇതോടെ തിരുവനന്തപുരത്ത് 6 പേർക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. നിലവിൽ 45 പേർ ഈ രോഗവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. തിരുവനന്തപുരത്ത് രോഗബാധയുടെ ഉറവിടമെന്ന് സംശയിക്കുന്ന കാഞ്ഞിരംകുളത്തിന് സമീപത്തെ കാവൻകുളത്തിൽ കുളിച്ച കൂടുതൽ പേർക്ക് രോഗബാധയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. എന്തുകൊണ്ടാണ് രോഗം കേരളത്തിൽ പടർന്നു പിടിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് പഠനങ്ങളും ഗവേഷണങ്ങളും അടിയന്തരമായി നടത്തണമെന്ന് ആരോഗ്യ വിദഗ്ധരും പറയുന്നു. 2016 സംസ്ഥാനത്ത് ആദ്യമായി ആലപ്പുഴയിലാണ് രോഗം കണ്ടെത്തുന്നത്. അതിനുശേഷം 10ഓളം പേർക്ക് രോഗം ബാധിച്ചു. 5നും 12നും മധ്യേ പ്രായമുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇതുവരെ രോഗം ബാധിച്ചിട്ടുള്ളത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിച്ച കുട്ടികൾക്കായിരുന്നു രോഗബാധ. ഇവർക്കൊപ്പം മുതിർന്നവരും കുളിച്ചെങ്കിലും അവർക്ക് രോഗമുണ്ടായില്ല. കുട്ടികളുടെ മൂക്കിനുള്ളിലെ നേർത്ത പാളികളിലോ കർണപടത്തിലോ അപൂർവമായി ഉണ്ടാകുന്ന സുഷിരം വഴി ബ്രെയിൻ ഈറ്റിംഗ് അമീബ തലച്ചോറിലെത്തും. യുവാക്കളിൽ ഈ പാളികൾക്ക് കനം കൂടുകയും സുഷിരം അടയുകയും ചെയ്യുന്നതിനാൽ അമീബയ്ക്ക് തലച്ചോറിൽ പ്രവേശിക്കാൻ സാധിക്കില്ലെന്നായിരുന്നു ഇതുവരെയുള്ള നിഗമനം. ഇതിന് വിരുദ്ധമായാണ് കാഞ്ഞിരംകുളം, നെല്ലിമൂട്, കണ്ണറവിളയിൽ യുവാക്കൾക്ക് രോഗം ബാധിച്ചതും ഒരാൾ മരിച്ചതും. കൂടാതെ പേരൂർക്കടയിലെ കുളത്തിൽ കുളിച്ച 40 വയസ്സുള്ള വിജിത്തിനും രോഗം സ്ഥിരീകരിച്ചു. കണ്ണറവിളയ്ക്ക് സമീപത്തെ കാവൻകുളത്തിൽ സ്ഥിരമായി കുളിക്കുന്ന യുവാക്കൾക്കാണ് രോഗം ബാധിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം കൂടാനുള്ള ചില സാഹചര്യങ്ങൾ സംസ്ഥാനത്ത് നിലവിലുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നൈഗ്ലേരിയ ഫൈലോറിയ എന്ന പ്രത്യേകം അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്. ചൂടുള്ള വെള്ളത്തിൽ വളരെയധികം വളരും എന്നതാണ് ഈ അമീബയുടെ പ്രത്യേകത. ബാക്കിയുള്ള സൂക്ഷ്മജീവികൾക്ക് ചൂടുള്ള വെള്ളത്തിൽ ഇല്ലാതാകുമ്പോൾ അവയോട് മത്സരിച്ച് ഈ അമീബയ്ക്ക് കൂടുതൽ വളരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ വേനൽക്കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് വളരെ ഉയർന്ന ചൂടാണ് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പല ജലസ്രോതസ്സുകളിലും അപകടകാരികളായ ഈ അമീബ വളർന്നിരിക്കാമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ഇതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ. വെള്ളം കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ, പൊയ്കകൾ ഇവിടങ്ങളിലാണ് അമീബ കൂടുതൽ ഉണ്ടാവുക. കഴിഞ്ഞ വേനൽക്കാലത്ത് അവ നന്നായി വളർന്നിരിക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. നീന്തി നടക്കുന്ന ഒരുതരം അമീബയാണിത്. മൂക്കിനുള്ളിലൂടെ കയറി മുകൾ ഭാഗത്തുള്ള ചെറിയ സുഷിരങ്ങൾ വഴി തലച്ചോറിലേക്ക് എത്തുകയാണ് ഇത് ചെയ്യുന്നത്. കുട്ടികൾ ആ സുഷിരങ്ങൾ അടയാതെ കൂടുതൽ അധികമായി കാണപ്പെടും. അതുകൊണ്ടാണ് കുട്ടികളെ കൂടുതലായി ഈ അമീബ ബാധിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ബാധിക്കില്ല എന്ന അർത്ഥമില്ല. ആഗോളതലത്തിൽ തന്നെ 97% ഈ രോഗാവസ്ഥ മൂലമുണ്ടാകുന്ന മരണനിരക്ക്. ഇതാണ് രോഗത്തെക്കുറിച്ചുള്ള ഭയം നമ്മെ എല്ലാവരെയും വർദ്ധിപ്പിക്കുന്നത്. അത്യാധുനിക രോഗനിർണയ സംവിധാനങ്ങൾ സജ്ജാതമായതോടെയാണ് കൂടുതൽ പേർക്ക് ഈ രോഗമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നതെന്നും പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ KP അരവിന്ദൻ പറയുന്നു. മുൻപ് എത്രമാത്രം ഈ രോഗം ഉണ്ടായിരുന്നുവെന്ന് നമുക്കറിയില്ല. ലോകത്തെ തന്നെ കണക്കുകളും അത്രത്തോളം ലഭ്യമല്ല. ഇപ്പോൾ രോഗനിർണയ സംവിധാനം മെച്ചപ്പെട്ടിട്ടുണ്ട്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം എല്ലായിടത്തും PCR പരിശോധനകൾക്കുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളുമുണ്ട്. മുൻപത്തെ രീതി മാറി ഇപ്പോൾ മോളിക്യുലാർ പരിശോധനയാണ് നടത്തുന്നത്. അപ്പോൾ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടും. പിന്നെ ഡോക്ടർമാർ ഇത് കൂടുതലായി സംശയിച്ച് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പരിശോധന നടത്തും. നിപ്പ തന്നെ ഇതിന് നല്ല ഉദാഹരണമാണ്. നിപ്പ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ മുൻപ് ഇല്ലായിരുന്നോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളായി അത് കണ്ടുപിടിക്കുന്നുവെന്നതാണ് പ്രധാനം. മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന പലതരം അമീബകൾ ഉണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. എന്നാൽ നൈഗ്ലേരിയ ആണ് പരിശോധിച്ച് ഉറപ്പുവരുത്തണം എന്നും അവർ പറയുന്നു. അതാണ് അപകടകാരി. ഈ സാഹചര്യത്തിൽ കുളങ്ങളിലും മറ്റും ചാടി നീന്തുമ്പോൾ സൂക്ഷിക്കണമെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കണം. കൂടുതൽ ആളുകൾ ഇറങ്ങുന്ന ഇത്തരം സ്ഥലങ്ങളിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെ നടത്തി വെള്ളം ശുദ്ധീകരിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കണം.
ജലസ്രോതസ്സുകളിലെ വെള്ളം മോളിക്യുലർ പരിശോധന നടത്തി അമീബയുടെ സാന്നിധ്യം കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന സാധ്യതയും പരിഗണിക്കണം. പഞ്ചായത്തുകളും മറ്റും ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മോളിക്യുലർ പരിശോധനയ്ക്ക് സംവിധാനം ഒരുക്കണം. ഏറെ ഗൗരവതരമുള്ള പരിശോധനകളാണ് നടക്കുന്നതെന്ന് ഉറപ്പാക്കുകയും വേണമെന്ന് വിദഗ്ധർ പറയുന്നു.